ഹായ് ഗെയ്സ്, നിങ്ങൾ മലപ്പുറം ജില്ലയിലെ വട്ടപ്പാറയിലെ പ്രേതവളവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അവിടെ ഒരു സ്ത്രീയുടെ പ്രേതം ഉണ്ടെന്ന് പറയുന്നത് അത് ഇനി മുതൽ ഒഴിവായി കിട്ടും കേട്ടോ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇനി നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്തിച്ചേരാം. മലബാർ മേഖലയിൽ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം മേഖലകളിൽ ഏകദേശം പണി പൂർത്തിയായി. അതും ഏജാതി സ്പീഡിലാണ് വാഹനങ്ങൾ ഇതിൽ ഓടുന്നത് നമുക്ക് നോക്കിക്കാണാം. ദൂരെ ദിക്കിൽ നിന്നും, പ്രത്യേകിച്ച് ആന്ധ്ര, കർണാടക തുടങ്ങിയ സ്ഥലത്തു നിന്നൊക്കെ സവോള, അതേപോലെ അരി, മറ്റുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വരുന്ന ലോറികളാണ് ഈ പ്രേതത്തെ കണ്ടു എന്ന് പറയുന്നത്. ഡ്രൈവർമാർ രാത്രി സമയങ്ങളിൽ, അതേപോലെ തന്നെ വെളുപ്പിന് ഒക്കെ ഇതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത്, പകൽ സമയത്ത് കണ്ടതായി പറയുന്നവരുമുണ്ട്. ഇവർ പ്രേതം, ഒരു സ്ത്രീയുടെ വെള്ള സാരി എടുത്തൊരു സ്ത്രീ റോട്ടിൽ നിൽക്കുന്നതായി കണ്ട് അതിന് അപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വെട്ടിച്ച് മാറ്റിയപ്പോൾ വണ്ടി മറിഞ്ഞു. ഇതാണ് തുടരെ കേൾക്കുന്ന കഥ. നമ്മൾ ദുബൈയിൽ കാണുന്ന അതേ മോഡൽ റോഡാണ് ഇവിടെ വന്നിട്ടുള്ളത്. അത് മെയിൻ പാതകൾ പാസ് ചെയ്യുന്നത് കൂടാതെ അതിൻ്റെ താഴെ സർവീസ് റോഡുകളും പാസ് ചെയ്യുന്നു. ഈ സർവീസ് റോഡുകളിലൂടെയാണ് ആ പ്രദേശത്തേക്കുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള ഗതാഗതം സാധ്യമാവുന്നത്. ഇതിൻ്റെ പുരോഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് നിന്ന് വീക്ഷിച്ചാൽ കാണാം, നല്ല വേഗത്തിൽ, അതിവേഗത്തിലാണ് പോകുന്നത്. സൈഡൊക്കെ കംപ്ലീറ്റ് ഇൻ്റർലോക്ക് ചെയ്തിട്ടുള്ള കട്ടകൾ വെച്ചിട്ടാണ് മതിലുകൾ അത്രയും പൊക്കിയിട്ടുള്ളത്. ഹൈറ്റിൽ നിൽക്കുന്ന എത്രയോ കുന്നുകൾ ചില ഭാഗങ്ങളിൽ നിരപ്പാക്കിയിട്ടാണ് ഒരേ രീതിയിലുള്ള ലെവലിൽ ആ റോഡ് കൊണ്ടുവരേണ്ടി വന്നത്. അതേപോലെ അവിടെ നിന്ന് എടുക്കുന്ന മണ്ണുകൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നികത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്കും അതേപോലെ തന്നെ ഇതിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും അതൊരു വലിയ ഉപകാരമാണ്. നമ്മൾ എങ്ങനെ നോക്കി കാണുകയാണെന്നുണ്ടെങ്കിലും നല്ല, കാരണം ഈ യാത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം എടുത്തിരുന്നു ആദ്യം. അത് കുറഞ്ഞു കിട്ടി. അതും നല്ല സ്മൂത്തായിട്ടുള്ള സ്മാർട്ട് ഡ്രൈവിങ് അവിടെ സാധ്യമാവുകയാണ്. പിന്നെ ഷോപ്പുകൾ ഒക്കെ കുറച്ച് അവിടെ നിന്ന് മാറ്റേണ്ടി വന്നു എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു വശം. ഇനി ഇങ്ങനെയുള്ള യാത്രക്കിടയിൽ നമുക്ക് ഷോപ്പിംഗ് ആവശ്യം വരുന്നിടത്ത് ചെറിയ കടകൾ, ഔട്ട്ലെറ്റുകളൊക്കെ ആയിട്ട് ഇനി അങ്ങനെ ഷോപ്പുകൾ ഇടാനുള്ള സംവിധാനം അതിൽ വരും. അല്ലെങ്കിൽ സർവീസ് റോഡിലോട്ട് നമ്മൾ മാറിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കേണ്ടി വരും. സർവീസ് റോഡിന് വശത്ത് ഷോപ്പുകൾ ഇപ്പോഴും വരുന്നുണ്ട്. പിന്നെ ലൈറ്റിംഗ് സിസ്റ്റം നമ്മളെല്ലാം അട്രാക്റ്റ് ചെയ്തിട്ടുള്ള സിസ്റ്റമാണ്. പുതിയ ഈ പാതയിൽ ഇടവിട്ടിട്ട് നല്ല ഹൈമാസ് ലൈറ്റുകൾ വന്നിട്ടുണ്ട്. അത് രാത്രിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും വിദേശ രാജ്യങ്ങളിൽ അതേപോലുള്ള റോഡ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ടെന്ന് നമുക്ക് കാണാം. കോടിക്കണക്കിന് രൂപയാണ് ഇതിന് ഫണ്ട് വന്നിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഇരട്ടി മൂല്യം നമുക്ക് ആ റോഡിലൂടെ അതിൻ്റെ ഉപകാരം കിട്ടുന്നുണ്ട്. ഇതിൽ വലിയൊരു കോടി നമുക്ക് ഇത് നിർമ്മിക്കാൻ ആവശ്യമായി. അതോടൊപ്പം തന്നെ നല്ലൊരു എമൗണ്ട് ഇത് ഇവിടുന്ന് മാറ്റി പാർപ്പിക്കുന്ന ജനങ്ങൾക്ക് കൊടുക്കാനും ആവശ്യമായി വന്നിട്ടുണ്ട്. പിന്നെ കൂറ്റൻ മരങ്ങളൊക്കെ ഇതോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് നമ്മുടെ ഈ റോഡ് പണിയുടെ ഭാഗമായിട്ട് മുറിക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവിങ് നല്ല അതിവേഗത്തിലായിരിക്കും വാഹനങ്ങൾ കുതിച്ച് പായുക. അപ്പോൾ ക്രോസിങ്, അതേപോലെ ഇടയ്ക്ക് വാഹനം നിർത്തേണ്ടി വരിക, റോഡിലൂടെ നടക്കേണ്ടി വരുന്ന അവസ്ഥ. ഇത് റോഡോട് ചേർന്നിട്ടാണ്. കൂടുതൽ ആളുകളും മറ്റു റോഡിൽ നടക്കുന്ന പോലെ ഒന്നും നടക്കില്ല. എങ്കിലും ആ നടക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ചീറിപ്പാഞ്ഞിട്ടായിരിക്കും വാഹനങ്ങൾ പോകുന്നത്. അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ മഴ ഉള്ള സമയം, അതേപോലെ തന്നെ മറ്റു വാഹനങ്ങൾ കേടുപാടുകൾ സംഭവിച്ച് എണ്ണ റോഡിൽ പോകുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാകുമ്പോൾ വാഹനങ്ങൾ തെന്നി ദൂരം വരെ മറിഞ്ഞ് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അതുകൊണ്ട് വാഹനങ്ങൾ ഇതുപോലെ മറിയുന്നതോ അല്ലെങ്കിൽ മഴയുള്ള സമയത്ത് നല്ല ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. നമ്മൾ വളാഞ്ചേരി എത്തുന്നതിന് മുമ്പായിട്ട് മെയിൻ റോഡിൽ കാണുന്ന ഒരു വളവാണ് വട്ടപ്പാറ വളവ്. കേരളത്തിൽ നിന്നല്ലാതെ പുറത്തുനിന്ന് വരുന്ന ഒട്ടുമിക്ക വാഹനങ്ങളും അവിടെ മറിഞ്ഞു കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിൽ ഒരു ചരിത്രം പറയുന്നത് തന്നെ ഇതാണ്: ഡ്രൈവർമാരുടെ മുന്നിൽ അങ്ങനെ ഒരു പ്രേതം കാണപ്പെട്ടു എന്ന് സത്യം നമുക്കറിയില്ല. ഈ റോഡിൽ ബ്ലോക്ക് ഒഴിവായി കിട്ടും. അതന്നെ വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ ടോള് വരുന്നത് നമ്മൾ സാധാരണഗതിയിൽ കാണുന്ന പോലെ ഇടവിട്ടുള്ള ടോളൊന്നുമില്ല. ടോളിപ്പോൾ നമുക്ക് കാണുന്ന മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറ, അതായത് പുത്തനത്താണിക്ക് അടുത്ത് അവിടെ ഒരു ടോൾ പ്ലാസ ആണ് മെയിനായിട്ട് അതിൽ കാണുന്നത്. പിന്നെ ഇതിൽ ഏറ്റവും വലിയ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി വട്ടപ്പാറ എന്നൊരു കൊടും വളവ്. കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അപകടം നമ്മൾ കേട്ടിട്ടുള്ളത് ആ വളവിൽ വെച്ചിട്ടാണ്.
ആ ഒരു വളവ് ഇതിലൂടെ ഒഴിവായി കിട്ടും. കാരണം അതിന് തൊട്ട് മുന്നിലായിട്ട് റോഡ് തിരിഞ്ഞു പോകണം. പിന്നെ ഒരുപാട് ഏകദേശം ഒരു 4.5 കിലോമീറ്ററോളം പാടത്തിന് മുകളിലൂടെ ബ്രിഡ്ജ് രൂപത്തിലാണ് ഈ റോഡ് വരുന്നത്. അതിലൂടെ അങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്ക് ആ വട്ടപ്പാറ വളവ് ഒഴിവായി പോകും. പിന്നെ സർവീസ് റോഡ് മാത്രം ചിലപ്പോൾ അതിലൂടെ കടന്നു പോകും. പൊതുവെ അപകടത്തിൽ പെട്ടിരുന്നതും അന്യസംസ്ഥാന വാഹനങ്ങളായിരുന്നു. അത് ഒരു പെണ്ണിൻ്റെ പ്രേതം അവിടെ ഡ്രൈവർമാർ കാണുന്നു, അങ്ങനെ വെട്ടിക്കുമ്പോൾ അപകടം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊരു വിശ്വസ്തമായിട്ടുള്ള അറിവൊന്നുമല്ല, കേട്ടിട്ടുള്ള ഒരുപാട് കേട്ടുകേൾവിയായിട്ടാണ് തോന്നുന്നത്. ഒരു ഗർഭിണിയായിട്ടുള്ള സ്ത്രീ ഒരിക്കൽ അവിടെ വെച്ച് അപകടത്തിൽ മരിക്കുക, അതിൻ്റെ പ്രേതം ഡ്രൈവർമാർ കാണുന്നു എന്നാണ് പറയുന്നത്. അന്യസംസ്ഥാന വാഹനങ്ങളാണ് അപകടത്തിൽ പെടുന്നത്. എനിക്ക് തോന്നുന്നു ആ വളവിൻ്റെ ഒരു പ്രത്യേകത കൂടിയായിരിക്കും അപകടപ്പെടാൻ കാരണം.